സാറേ, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉറക്കം വിട്ട് ഉണർന്നിരിക്കുന്നത്. വെപ്രാളപ്പെട്ട് അന്വേഷണം ഏതെങ്കിലും രീതിയിൽ പൂർത്തീകരിച്ച് കേസ് ഡയറി ഹൈക്കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ കളക്ടറുടെ മൊഴിയെടുത്തത്. ഒപ്പം തന്നെ നവീൻ ബാബുവിന്റെ ഫോൺ ഒരു ഫോറൻസിക് പരിശോധന പോലും നടത്താതെ മജിസ്ട്രേറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ ഒരു വെപ്രാളപ്പെട്ട ഒരു നീക്കം കാണുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? ഇത് തുടക്കം മുതലേ നമ്മൾ പറയുന്നത് അന്വേഷണമൊന്നും ക്ലിയർ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും അല്ല നടക്കുന്നത്. അത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. അന്വേഷണം പാളിപ്പോയി. അവിടുത്തെ ഒരു ADM ആണ് മരണപ്പെട്ടത്. അദ്ദേഹം ഒരു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ പവറുള്ള ആളാണ്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചാൽ മതിയോ? ഒരു DYSP എങ്കിലും അന്വേഷിക്കണമായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഒരു DYSP അന്വേഷിക്കാത്തത്? അവിടെ തന്നെ ഒരു DYSP ഉണ്ടല്ലോ, അയാൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അപ്പം ആ CIയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. CI തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും സ്ലോ ആയിപ്പോയി. പല കാര്യങ്ങളും തെളിവ് നശിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് വരുന്നത്. മൊബൈൽ ഫോൺ കോടതിയിലെ CI ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറഞ്ഞു, കേസ് ഡയറി ഹാജരാക്കാനും പറഞ്ഞു. ഈ കാര്യം പറയുമ്പം ഒരു സിസ്റ്റമാറ്റിക് അന്വേഷണമാണ് കേസ് ഡയറി വരേണ്ടത്. ദൈനംദിനം അന്വേഷിക്കണം. ആരെയൊക്കെ കണ്ടു എന്നുള്ളത് അതിനകത്ത് ചോദ്യം ചെയ്യുന്നുള്ള ആൾക്കാരുടെ പേരെഴുതണം, അതിനകത്ത് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതണം, ഫോറൻസിക് കാര്യങ്ങൾ അയക്കണം, കോടതിയിൽ എന്തൊക്കെ കൊടുത്തു എന്നുള്ള ആ സമയം വെച്ച് എഴുതണം. അത് ഏത് പോലീസുകാരനാണോ കൊടുക്കുന്നത്, അയാളുടെ പേര് വരെ വരണം. ഇതൊക്കെ കേസ് ഡയറിയിൽ എഴുതാനുള്ളതാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാവില്ലെന്ന് അറിയത്തില്ല. പോകുന്ന വഴിക്ക് പോലീസുകാരൻ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏതാളാണ് ആ ഡോക്യുമെൻ്റ് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അയാളുടെ നമ്പർ എഴുതും. ഇതൊക്കെ കേസ് ഡയറിയിൽ എഴുതുന്നത് ദൈനംദിനം എഴുതുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പം ആ നവീൻ ബാബുവിൻ്റെ ഫോണ് അറിബറിയായിട്ട് ഇപ്പം കോടതിയിൽ പിടി വീണു എന്ന് തോന്നിയപ്പോഴാണ് അത് കോടതിയിൽ ഹാജരാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് എടുത്തില്ല? ഇനി പ്രശാന്തിൻ്റെ ഇതുവരെ കോൾ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല, ആ മൊബൈലും കസ്റ്റഡി എടുത്തിട്ടില്ല. ഇവിടെയൊക്കെ പാളിച്ചാണ് പോലീസിന്. ഇത് തുടക്കം മുതലേ ഇതൊരു ആത്മഹത്യ അല്ല എന്ന് പറയുമ്പം, പോലീസ് ഇത് ആത്മഹത്യയാണ് എന്ന് പറയുമ്പം അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നതാണ് ബുദ്ധി. അതായത് ഇത്രയും നാളെ ഈ ഫോൺ നവീൻ ബാബുവിന്റെ ഫോൺ കൈവശം വെച്ചു എന്ന് പറയുന്നത് തന്നെ തെളിവ് നശിപ്പിക്കാനാണെന്നുള്ള ആരോപണം വരുന്നിരുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് പറയാം, എന്ന് തന്നെ പറയേണ്ടി വരും. ആരാണ് അതിനകത്ത് തുടക്കം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് ഒരു കോവിലിൻ്റെ അവിടെ വെച്ച് ഇറങ്ങി ആരോ ഒരു കോള് വന്നപ്പോഴാണ് അവിടെ ഇറങ്ങിയത് എന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. അവിടെ മുതൽ പോലീസ് അത് മുഴുവൻ പരിശോധിക്കണം. ആ കോള് വിളിച്ചയാളെ കണ്ടു ചോദിച്ചിട്ടുണ്ടോ എന്ന് വരെ 40-45 ദിവസമായി. അതുകൊണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതെല്ലാം ചെയ്യാതെ ലാഘവബുദ്ധിയോടെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർക്കിൾ ഇൻസ്പെക്ടർ അയാൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അയാൾ പെർഫഞ്ചറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ആളാണ്. അയാളെ എത്രയും പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് കളക്ടറുടെ മൊഴിയെടുത്തത്. തന്നേക്കാൾ ഉയർന്ന റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുക? ഇത്ര ദിവസം അതിനൊരു ഗ്യാപ്പ് വന്നത് എന്തുകൊണ്ടാണ്? ഈ ഹൈക്കോടതി ഇടപെടുന്നത് വരെ അതാണ് അവിടെയൊക്കെ പാളിച്ചു പറ്റിപ്പോയി ആ SHOയ്ക്ക്. എന്താണ് 3, 4, 5 പ്രാവശ്യം മൊഴിയെടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? രണ്ടാമത് മൊഴിയെടുത്തു, അതിനുശേഷം ഇപ്പോഴും മൊഴിയെടുത്തു. നേരത്തെ റവന്യൂവിലെ IAS ഒരു മൊഴിയെടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ 3, 4, 5 മൊഴിയായി. അതിനകത്ത് കോൺട്രഡിക്ഷൻസ് തന്നെയായിരിക്കും മിക്കവാറും. അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ഒരു നോർമലായിട്ടുള്ള മൊഴിയല്ല കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഒരു അബ്നോർമൽ മൊഴികൾ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അയാൾ ഒരു കുറ്റക്കാരനാണ്. അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തേണ്ടതാണ്. അയാളുടെ ചില റോളുകൾ, അയാളൊരു കളക്ടറായിരിക്കുന്ന ആൾ തൻ്റെ കീഴ് ജീവനക്കാരനും ട്രാൻസ്ഫറായി പോകുന്ന ഒരാളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രംഗമായിട്ട് മാറി. അത് ഇയാൾ ആസ്വദിക്കും. ഇയാൾക്ക് അടുപ്പമുള്ള അതീവയെ വിളിച്ചു വരുത്തിയത് ഇയാൾ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അത് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് കളക്ടറെ ഈ അന്വേഷണ സമയത്ത് അവിടെ നിർത്താൻ പാടില്ലായിരുന്നു, മാറ്റി നിർത്തണമായിരുന്നു. ഇത്രയും സീരിയസ് ആയ ഒരു സംഭവമാണ്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ്. പൊതുജനങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ കളക്ടറെ അവിടെ വെച്ചുകൊണ്ടിരുന്നത് ഗവൺമെൻറ് നടപടി തെറ്റിപ്പോയി. അവിടെ
അത് ശരിയായില്ല. പിന്നെ പ്രശാന്തിൻ്റെ ആ ഒരു മൊഴി എടുക്കാത്തത് എന്താണ്? അപ്പോൾ സൂപ്പർവൈസറി ലാപ്സസ് വന്നു. DYSP ഉണ്ട്, അവിടെ SP ഉണ്ട്, DIG ഉണ്ട്, IG ഉണ്ട്. ഇവർക്കൊക്കെ എന്താണ് ജോലി? SIT ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. SIT പോലീസ് ആക്ട് പ്രകാരം ഒരു ഓർഡർ ഇട്ടെങ്കിൽ മാത്രമേ അതിന് സാധുതയുള്ളൂ. അതുണ്ടോ ഇല്ലെന്ന് എനിക്ക് സംശയമാണ്. അല്ലാതെ അണ്ടനോ അടകോടനും ഇരുന്ന് അന്വേഷിക്കാൻ പറ്റില്ല. ലീഗലായിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് SITയുടെ അന്വേഷണം ഇവിടെ നമുക്ക് ഏതെങ്കിലും രീതി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേസുമായിട്ട് ബാധകമല്ല. കാരണം ആ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റവരെയൊക്കെ ചോദ്യം ചെയ്ത് ആ SHO ആണ്. പിന്നെ SITയുടെ റോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതാണോ ദിവ്യയെ എത്ര നേരമാണ് ക്വസ്റ്റ്യൻ ചെയ്തത് എന്നത്? കോടതി വൈകുന്നേരം 5 മണി വരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ വിട്ടുകൊടുത്തിട്ട് 2 മണിക്കൂറിനുള്ളിൽ ചോദ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവരെ തിരിച്ച് കോടതിയിൽ എത്തിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ദിവ്യയോട് അന്വേഷണ സംഘത്തിനെ ചോദിച്ചറിയാൻ. അങ്ങനെയെങ്കിൽ കളക്ടറോടും ചോദിച്ചത് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കില്ലേ? അതൊക്കെ ഓരോ കർമ്മം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു കർമ്മം അങ്ങ് നടത്തുന്നതേ ഉള്ളൂ. അവർക്ക് ദിവ്യയെ പേടിയാണ്, കളക്ടറെയും പേടിയാണ്. പിന്നെ എങ്ങനെയാണ് മൊഴി രേഖപ്പെടുത്തുന്നത്? ഒരു ഇൻട്രോഗേഷൻ നടന്നിട്ടില്ല. അവർ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് അവർ സൗജന്യപൂർവ്വം സഹതാപൂർവ്വം ഈ CIയുടെ അവസ്ഥ കണ്ടപ്പം പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ എഴുതി വെച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇൻട്രോഗേഷൻ അങ്ങനെയല്ല. ഇൻട്രോഗേഷൻ ആരെ വേണമെങ്കിലും നമ്മൾ ഏത് ഉന്നത പൊസിഷനുള്ള ആയാലും ശരി, ചീഫ് സെക്രട്ടറി ആയാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, ഇൻട്രോഗേഷൻ വേറെ, ക്വസ്റ്റ്യനിങ് വേറെ, വേറെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യും വേറെ. അപ്പോൾ അത് ഇൻട്രോഗേഷൻ നടന്നിട്ടില്ല. ഇവിടെ ഒരു ഒഫൻസ് നടന്നിരിക്കുന്നു, അതിനൊരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പിന്നെ ഇൻട്രോഗേഷനാണ്. ഇതൊരു മർഡറിലേക്ക് പോകുമല്ലോ എന്ന് ഓണോ സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ഇൻട്രോഗേഷൻ ചെയ്യുകയാണ്. പിന്നെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനും വേറെയുണ്ട്. അത് 4-5 സ്റ്റെപ്പിലാണ് ഞങ്ങളൊക്കെ പോകുന്നത്. സാധാരണ ഒരാൾ പറയുന്ന ഫോർമലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യും. പിന്നെ അയാളെ ഇൻട്രോഗേഷൻ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമാണ്. അതിനുശേഷം കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ അത് എലിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം കൊന്നിട്ട് സ്വർണ്ണം എവിടെ വെച്ചെന്ന് അവൻ പറയുന്നില്ല. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനാണ്. അപ്പോൾ 4-5 തരത്തിലാണ് അത് പോകുന്നത്. അത് നിസ്സാരമായിട്ട് അത് പഠിക്കാത്ത ആൾക്കാരാണ് ഇവരൊക്കെ എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഒരു DYSP റാങ്കിലുള്ള ഒരാൾക്ക് ഇന്ത്യയിലെ ഇന്ത്യൻ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ വരെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റുണ്ട്, അധികാരമുണ്ട്. അതാണ് ഒരു വെറ്ററൻ DYSP. അതിന് താഴോട്ടുള്ളവർക്ക് പോരാ. കാരണം ഈ DYSP ഈ കളക്ടറെ കണ്ട് കോംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. CBI പോലുള്ള ഒരു ഏജൻസി വരികയാണെങ്കിൽ കളക്ടറുടെ നില കൂടുതൽ പരിഗണിലാവുമോ? കാരണം ഇതിൻ്റെ ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി കളക്ടർ കൂടിയാണ്. തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. അതിന് അവസരം ഉണ്ടാക്കണമായിരുന്നു. അത് DGPയും CIയും അദ്ദേഹത്തിന് അവിടെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് വേറൊരു സ്ഥലത്ത് പോയി കളക്ടറായിട്ട് ഇരുന്നോട്ടെന്ന്, നമുക്ക് തടസ്സമില്ല. ഇവിടുന്ന് മാറണം. ഇവിടുന്ന് കളക്ടറെ കാണുമ്പം ഈ CI ആദ്യം കോംപ്ലിമെന്റ് ചെയ്യണം, സല്യൂട്ട് ചെയ്തിട്ടുണ്ടേ. ഓക്കെ സാർ, ഒരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നോക്കുമ്പോൾ ഈ കേസിനെ മൊത്തത്തിൽ നോക്കിക്കാണുമ്പോൾ കളക്ടറുടെ ഒരു റോള് എത്രത്തോളം ഈ കേസിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും? തീർച്ചയായിട്ടും അങ്ങേര് പറയേണ്ട കാര്യങ്ങൾ പറയിപ്പിച്ചില്ല. വോളണ്ടറി ചെയ്ത് അങ്ങേര് സൗജന്യപൂർവ്വം പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ, എഴുതിയിട്ടുള്ളൂ. നമുക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ആവശ്യമുള്ള സംഗതികൾ ചോദ്യം ചെയ്ത് വേണം, അത് എലിസിറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെ ചോദിക്കാനുള്ള ഒരു അവസരം ഇല്ല. അതുകൊണ്ടാണ് ആ ഓഫീസർ മാറണമെന്ന് ആദ്യം മുതലേ പറയുന്നത്. കാരണം ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ടത് ഒരു DYSP, ഒരു SP എന്ന് പറഞ്ഞാൽ IPS റാങ്ക് ഉള്ളവർക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ ഒരു വെറ്ററൻ DYSPയുടെയും വെറ്ററൻ SP രീതിയിൽ അവർക്ക് ചോദ്യം ചെയ്യാൻ അറിവില്ല, കഴിവില്ല. ഓക്കെ, ശരിക്കും യഥാർത്ഥത്തിൽ മഞ്ജുഷ, നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഇത്ര പെട്ടെന്ന് CBI അന്വേഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സർക്കാരും ഒരുപക്ഷെ അന്വേഷണ സംഘം പോലും കരുതിയിട്ടുണ്ടാവില്ല എന്ന് വേണം കരുതാൻ, അല്ലേ? അതുകൊണ്ടായിരിക്കും ഇത്ര വെപ്രാളപ്പെട്ട് ഒരു അന്വേഷണം ഇപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയത്. അത് പ്രതീക്ഷിച്ചില്ല. കാരണം പാർട്ടിയുടെ കുടുംബത്തിലുള്ളവരാണ്. അതുകൊണ്ട് ഇങ്ങനെ പാർട്ടിയെ മറികടന്ന് പോകുമെന്ന് കരുതിയില്ല. അത് മറികടന്ന് പോയി. കാരണം അവർക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, കുട്ടികളുടെ അച്ഛനെ നഷ്ടപ്പെട്ടു, അവർക്ക് നീതി കിട്ടണം. അതിനകത്ത് പാർട്ടിയെ നോക്കിക്കൊണ്ടിരിക്കില്ല. അങ്ങനെ വേദനയുള്ളവർ ഒരു പാർട്ടിക്കാരനും ആ പാർട്ടിയെ നോക്കി നിൽക്കില്ല. പാർട്ടി പറയുന്നത് കേൾക്കില്ല. ജീവൻ നഷ്ടപ്പെട്ടതാണ്. അവരെ ജീവിതത്തിൽ അവരെ ആശ്രയിച്ചിരുന്ന ആൾ നഷ്ടപ്പെട്ടു. അപ്പം അത് തന്നെയല്ല, ഇതൊരു റീപോസ്റ്റ്മോർട്ടം വേണ്ട ഒരു കാരണമാണ്. കാരണം ഈ ഇൻക്വസ്റ്റിനകത്ത് എന്തൊക്കെ എഴുതിയിരിക്കുന്നത് എനിക്കത് വെളിയിലോട്ട് വന്നു എങ്കിലും പോസ്റ്റ്മോർട്ടത്തിനകത്ത് മാൻഡേറ്ററി ആയിട്ട് വരേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോലെ പറയുന്നത്, സലൈവ വായിൽ നിന്ന് ഒലിച്ച് താഴോട്ട് വീണിരിക്കണം സൂയിസൈഡിന്.
അതിവിടെ വീണിട്ടുണ്ടോ, പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടോ? അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷട്ടിൽ അത് ഉണ്ടാവും, കടവായിൽ ഉണ്ടാവും. ആ കെട്ടിന് 7 വശത്താണ് അദ്ദേഹത്തിൻ്റെ കെട്ടെന്ന് പോലീസ് പറയുന്ന ആ കെട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വായിക്കടെ താഴോട്ട് സലൈവ വരണം. പോസ്റ്റ്മോർട്ടത്തിലുണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. അദ്ദേഹത്തിൻ്റെ സെമൻ ഔട്ടായിട്ടണം, സഫോക്കേഷൻ കൊണ്ട് സെമൻ പോകണം, ഉണ്ടോ പോസ്റ്റ്മോർട്ടത്തിൽ? അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫീക്കൽ മാറ്റേഴ്സ് മലം പോയിട്ടുണ്ടാവും, യൂറിൻ പോയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടത്തിലുണ്ടോ? ഇൻക്വസ്റ്റിൽ ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല, അതിന് വിലയില്ല. ഇൻക്വസ്റ്റ് കാണുന്നതിനെ ഒരു കോടതി അംഗീകരിക്കുമെങ്കിലും ഒരു ആധികാരികതയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഫോറൻസിക് ഡോക്ടറിനാണ്. അത് സയൻസ് പരമായിട്ടാണ് അത് വരുന്നത്. മറ്റേത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. മറ്റേതിന് ബോഡിക്കകത്തൊന്നും പോലീസ് ഉദ്യോഗസ്ഥന് നോക്കാൻ നോക്കില്ല, ബോഡിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഫോറൻസിക്കിന് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫോറൻസിക് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് എനിക്ക് സംശയം. അതില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ആത്മഹത്യ അല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ആത്മഹത്യ ആണെങ്കിൽ ഇതൊക്കെ ഈ സിംറ്റംസ് വരണം. പിന്നെ വായിക്കകത്തും മൂക്കിനകത്തും ചെവിക്കകത്തും ഒക്കെ ബ്ലഡ് തീർച്ചയായിട്ടും പൊട്ടിയിട്ടുണ്ടാവും. വെളിയിലോട്ട് വരണമെന്നില്ല, ഒഴിക്കണമെന്നില്ല. അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കാണും. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ നെക്കിന് മുകളിലോട്ട് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ ആ ഡെഡ് ബോഡി ഡെഡ് ബോഡി ഒരു ഫോട്ടോയിൽ കൂടെ കണ്ടത്. അവിടെ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം ഒരു സ്ട്രാങ്കുലേഷൻ ആണെങ്കിൽ ആ സ്ട്രാങ്കുലേഷൻ്റെ എഫക്റ്റ് തീർച്ചയായിട്ടും ബ്രെയിനിൽ വരും. അപ്പം തീർച്ചയായിട്ടും ഹെഡ് ഓപ്പറേറ്റ് ചെയ്യണം. ഹെഡിനകത്ത് ബ്രെയിൻ കാണണം. സാധാരണ ഈ പോസ്റ്റ്മോർട്ടത്തിലെ ബ്രെയിനും ലിവറും സ്ലൈസ് ചെയ്യും. അത് എല്ലാ ആത്മഹത്യ കേസുകളിലും, എല്ലാ ആത്മഹത്യയല്ല, ഒരു അണ്ണാച്ചുറൽ ഡെത്ത് ആര് മരിച്ചാലും ശരി പോസ്റ്റ്മോർട്ടത്തിനകത്ത് ലിവറും ബ്രെയിനും. പക്ഷേ നവീൻ ബാബുവിന്റെ ബോഡി നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഫുൾ മുഖവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് എന്താണ്? അല്ല, ഞാൻ അതുകൊണ്ടാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ കണ്ടപ്പം തലമുടിയും തലയ്ക്കൊന്നും ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. കാരണം അത് അതേപടി മരിച്ച അതേപടി ഇരിപ്പുണ്ട്, സാധാരണ മുഖം പോലെ. മറ്റേതങ്ങനല്ല, വ്യത്യാസം വരും. തല സ്കള്ള് ബ്രേക്ക് ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ നടക്കേണ്ട ഒരു പോസ്റ്റ്മോർട്ടം ആണോ സംശയം വരുന്ന അവിടെയാണ്. അതുകൊണ്ടാണ് ഈ നവീൻ ബാബുവിന്റെ കുടുംബ പരിയാരം മെഡിക്കൽ കോളേജിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടും അവിടെ തന്നെ ചെയ്തതിൽ തന്നെ സംശയമുണ്ട്. അത് ഇതൊക്കെ പ്രസക്തമായ കാര്യങ്ങളാണ്. സ്കള്ള് ഓപ്പറേറ്റ് ചെയ്തേ വെക്കുള്ളൂ. സ്കള്ള് കട്ട് ചെയ്യും. ലിവർ, ഈ ബ്രെയിനും ലിവറും നമ്മളൊരു 1000 പ്രാവശ്യമെങ്കിലും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള ക്ലോട്ടിങ്, ബ്രെയിനകത്തുള്ള ബ്ലഡ് ക്ലോട്ടിങ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ സാറ് പറയുന്നു. പക്ഷേ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘമൊന്നും ആ രീതിയിലോട്ട് കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്ന് വേണം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സംശയം പോയില്ല? അവർക്ക് അറിവില്ല. ഇപ്പോഴുള്ള ഒരു 10-15 ആൾക്കാർ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ അവിടെ ഒരു വെറ്ററന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. പണ്ടൊക്കെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, ഞങ്ങൾ പഠിപ്പിച്ചതും അങ്ങനെയാണ്. ഇപ്പോൾ അതിനൊന്നും കോമ്പിറ്റൻ്റ് ആളില്ല. അവിടെ വന്ന് ഒരു ഏതെങ്കിലും ഒരു തൊഴിലില്ലാത്ത വക്കീലിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ് എടുപ്പിക്കുന്നതല്ല ആവശ്യം. അല്ലെങ്കിൽ ഒരു സർവീസ് പീരീഡിൽ കോമ്പിറ്റൻ്റായി ഏതെങ്കിലും ഇതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയവരെ കൊണ്ടാണ് ക്ലാസ് എടുപ്പിക്കേണ്ടത്. ഓക്കെ, ഈ സാധാരണയിൽ ചില അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ആത്മഹത്യ ആയതുകൊണ്ട് കഴുത്തിന് താഴെ മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി, തലയെ ചെയ്യേണ്ട കാര്യമില്ല. നവീൻ ബാബുവിന്റെ ബോഡി ആദ്യം കണ്ടപ്പോൾ തന്നെ ഇതൊരു ആത്മഹത്യയാണെന്ന് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് പറയുന്നു. അതിൽ എന്തെങ്കിലും ഒരു വ്യക്തത കുറവ് തോന്നുന്നു? അവര് അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തോന്നാൻ പാടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ എന്താണ് പോസ്റ്റ്മോർട്ടം എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് കാണണ്ടേ? ഞങ്ങളൊക്കെ എത്രയോ, എൻ്റെ കേസിനകത്ത് എല്ലാ പോസ്റ്റ്മോർട്ടത്തിനകത്തും ബോഡി ഞാൻ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ബോഡി ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കൂടെ നിൽക്കും. പോസ്റ്റ്മോർട്ടം ഞാൻ ഡോക്ടറെ ഇപ്പുറത്ത് നിൽക്കും, തടയാൻ പറ്റൂല. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ എന്തെങ്കിലും തെറ്റ് കാണിച്ചെങ്കിലും പറയാൻ ബാധ്യസ്ഥ ഞാനാണ്, അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, അല്ലേ? അയാൾ എന്തെങ്കിലും വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും. അതിനുവേണ്ടി ഞാൻ കയറി നിൽക്കുന്നത്. എന്നെ അവിടുന്ന് മാറി നിൽക്കും പോസ്റ്റ്മോർട്ടം ആണെന്ന് പറയാൻ ഒക്കില്ല. ഞാനാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കുന്ന ഒരു ബോഡി, അല്ലേ? അപ്പം ഇത് വിവരക്കേടാണ്. കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആധികാരികമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. സാറേ, ഇതിപ്പോ ഇന്ന് സാറ് പറഞ്ഞത് തലയ്ക്ക് മുകളിൽ ഒരു കുഴപ്പമില്ലാതെ കണ്ടത് സംശയമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ 2 മാസത്തോളമായ കാലയളവിൽ ഇന്നേ വരെ ഒരു ഉദ്യോഗസ്ഥനോ ആരും അങ്ങനെ ഒരു സംശയം പോലും ഉയർത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഏത് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം? പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോസ്റ്റ്മോർട്ടത്തെ പറ്റി ആധികാരികമായി അറിയാവുന്ന ഒരാൾക്കല്ലേ അത് പറയാൻ പറ്റുള്ളൂ.
കാരണം അതൊരു ഡോക്ടർക്ക് പറയാൻ പറ്റും, പോസ്റ്റ്മോർട്ടം കണ്ടിട്ടുള്ള ഡോക്ടർമാർ പലരും വെളിയിലൊക്കെ പോയി പഠിച്ചിട്ട് ഒരു ഡെഡ് ബോഡി പോലും കാണാതെ MBBS എടുത്തു വരുന്നവരെ എനിക്കറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ അവിടെ ഒരുപാട് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ വലിയ VIP വന്നതാണ്. അവർക്കാർക്കും അങ്ങനെ ഒരു ഡൗട്ട് തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ മുഖം ഒരു ഉറങ്ങിയ മനുഷ്യന്റെ മുഖം പോലെ നമുക്ക് കാണായിരുന്നു. അന്നൊന്നും ആരും അങ്ങനെ ഒരു സംശയം ഉണർത്താതിരുന്നത് ഇപ്പോഴാണല്ലോ അദ്ദേഹത്തിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന രീതിയിലുള്ള സംശയം അവരുടെ കുടുംബം പോലും ഉന്നയിക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ 1.5 മാസ കാലയളവിൽ ആരും അത്തരത്തിൽ മുഖം നമുക്ക് തീർച്ചയായും നന്നായി കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടന്നതായി തോന്നുന്നില്ല എന്ന സംശയം ഇതുവരെ ഉയർന്നു വരാത്തതിന് പിന്നിൽ എന്താണ്? അത് ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഈ ട്രെയിനിങ് സമയത്ത് എത്ര SI-മാരും സബ് ഇൻസ്പെക്ടർമാരും ട്രെയിനിങ് ഉണ്ടെങ്കിലും ശരി, അവരെല്ലാവരും പോസ്റ്റ്മോർട്ടം വിറ്റ്നസ് ചെയ്യണം. ഇപ്പം ചിലർ അവിടെയുള്ള കോമ്പറ്റന്റ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ അവന്മാർ വെളിയിൽ ഇറങ്ങിയിരിക്കും. പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് അതിനകത്ത് ചായയും കാപ്പിയും തരുമെന്ന് ഞങ്ങൾക്ക്. ഈ ചീഞ്ഞഴുകിയ മൃതദേഹം ഡോക്ടർ മാത്രമല്ല, അതിൻ്റെ കൂടെ എടുക്കാനും പിടിക്കാനും ഒക്കെ ഞങ്ങളെ പോലുള്ളവർ സഹായിച്ചിട്ടുണ്ട്. എത്രയോ കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കടമ. ഇവിടെ മാറിയിരുന്ന ഗസറ്റ് ഓഫീസർ കൂളിംഗ് ക്ലാസ്സും വെച്ച് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കടമ എനിക്ക് ചിരിയാണ് വരുന്നത്. അതല്ല ആവശ്യം. കാരണം ഇത് തുറന്നു പറയാതിരിക്കാൻ ഒക്കില്ല. ഇനിയെങ്കിലും അവരെ പഠിപ്പിക്കുന്ന അവരുടെ അക്കാഡമിയിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ കോമ്പിറ്റൻ്റ് ആയ എത്രയോ DOS-മാർ SP-മാരും കേരളത്തിൽ കിടക്കുന്നുണ്ട്. അല്ലാതെ അവരെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കണം, എങ്കിലേ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റെപ്പ് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കുറെ ഡൗട്ട് ഉണ്ടാവുമല്ലോ. ഒരു പക്ഷേ മുൻപ് ഏതെങ്കിലും കേസുകളിൽ ഇത്തരത്തിൽ ദുരൂഹമായ ആത്മഹത്യാ കേസുകളിൽ പോസ്റ്റ്മോർട്ടം ഇങ്ങനെ നടത്തിയിട്ടുണ്ടോ? കഴുത്തിന് താഴെ മാത്രം, തലയ്ക്ക് മുകളിൽ നടത്താത്ത? ഞാൻ കണ്ടിട്ടില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ഡോക്ടറെ കണ്ട്, ഫോറൻസിക് ഡോക്ടറോട് ചോദിച്ചാൽ മതിയല്ലോ. അത് ഓപ്പൺ ചെയ്യാതെ വിട്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വിടാനില്ല. ദുരൂഹത ഇല്ലാത്ത കേസുകളിലും ഏത് ആത്മഹത്യയാണെങ്കിലും എല്ലാം വേണം. അതാ ഞാൻ നേരത്തെ ഒരു കേസിനകത്ത് പറഞ്ഞേ, നമുക്ക് വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് നമുക്ക് കുത്തുകൊണ്ട് മരിച്ചു എന്നൊക്കെയാണ് നമ്മൾ പോലീസ് എഴുതി വെക്കുന്നത്. കുത്തുന്നതിന് മുമ്പ് അതിനകത്ത് അയാൾക്ക് വിഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിലല്ലേ അറിയത്തുള്ളൂ. ആ വിഷം കൊടുക്കുന്നിട്ടുണ്ടെങ്കിൽ അത് വിസറ എന്ന് പറയുന്നത്, ഇൻഡസ്റ്റൈൻ, നമ്മുടെ ചെറുകുടലും വൻകുടലും സ്റ്റമക്കും ആമാശയും, അത് കീറി മുറിച്ച് നോക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ. എന്നിട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്ന ഫുഡും മറ്റേതൊക്കെ അവർ കെമിക്കൽ എക്സാമിനർ ലാബിൽ അയക്കും. അവിടെ അയച്ചിട്ടല്ലേ അത് ചെയ്യുന്നത്, അല്ലാതെ ഡോക്ടർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? അപ്പം പല ഹാങ്ങിങ് കേസുകളിലും അത് ചിലപ്പം ആത്മഹത്യ ആയിരിക്കാം. പക്ഷേ ഇത് കിട്ടുമ്പോൾ മാത്രമേ ഫൈനൽ ഒപ്പീനിയൻ അവർ തരുള്ളൂ. കെമിക്കൽ എക്സാമിനർ ലാബറട്ടറിയിൽ റിസൾട്ട് കൂടെ വരണം. അപ്പം പോയിസൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എലിമിനേറ്റ് ചെയ്യണം. അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ പോയിസൺ കഴിച്ചിട്ട് എവിടെയാണ് പോകുന്നത്? പോയിസൺ ബ്രെയിനിൽ പോകും, അതുപോലെ ബ്ലഡ് സർക്കുലേഷനകത്ത് കയറി ബ്രെയിനിലോട്ട് പോകും, അതുപോലെ ലിവറിനകത്ത് വരും. അത് സ്ലൈസ് ചെയ്യുന്ന ഇതിൻ്റെ പാരമൗണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഏത് അൺനാച്ചുറൽ ഡെത്തും അത് ലിവർ സ്ലൈസ് ചെയ്യും. ലിവർ സ്ലൈസ് ചെയ്യുന്നതിൻ്റെ കാരണം ആ ലിവറിൻ്റെ ഒരു 1000 ചെറുതായിട്ട് വരിഞ്ഞു കഴിയുമ്പോൾ ഏതറ്റത്താണ് ആ ബ്ലഡ് ക്ലോട്ടിങ് ഉള്ളത്, അല്ലെ ബ്രെയിനിൻ്റെ ഏതറ്റത്താണ് ക്ലോട്ടിങ് ഉള്ളത്, മെഡുല ഒബ്ലാങ്കട്ടയിലാണോ സെറിബെല്ലത്തിലാണോ? ഇങ്ങനെ ഈ ഓരോ ഏരിയ ഉണ്ട്. നമുക്ക് ബ്രെയിനിന് 3-4 ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ എവിടാണെന്ന് പറയണം. അപ്പോൾ എങ്ങനെയാണ് കൊടുത്തത്? വെയിനിൽ കൂടെ ഇഞ്ചെക്ട് ചെയ്താണ് വിഷം കയറ്റിയെങ്കിലോ, അല്ലെ ഫുഡിൽ കൂടെ ആണെങ്കിലോ? അപ്പം പല രീതിയിലാണ് വരുന്നത്. അതാണ് സയൻസിന്റെ അഡ്വാൻസ്മെന്റ്. അതൊന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല, ഇവിടുത്തെ മിക്കവാറുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു കേസിൽ റീ പോസ്റ്റ്മോർട്ടത്തിന് ഒരു സാധ്യത പോലും ഇപ്പോൾ ഇല്ല. അപ്പോൾ പലരും സംശയിക്കുന്നത് പോലെ പെട്ടെന്ന് ബോഡി കൊണ്ടുവന്ന് ദഹിപ്പിച്ചതിന് പിന്നിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്, ആരുടെയൊക്കെ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംശയിക്കണം. അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊന്നും ചെയ്തിട്ടില്ല. അതിനിപ്പം പോസ്റ്റ്മോർട്ടം കാണുമ്പോഴേ നമുക്കത് പറയാനൊക്കെ ഉള്ളൂ. ഡോക്ടർ അതിനകത്ത് എഴുതും. പക്ഷേ അങ്ങനെയാണെങ്കിൽ കഴുത്തിന് മേലെ തലയ്ക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറുടെ കൂടി വീഴ്ചയാവില്ല? വീഴ്ചയാണ്, അതിന് സംശയമൊന്നുമില്ലല്ലോ. ഡോക്ടറിന് സമാധാനം പറയണം. കാരണം അത് സ്കൾ ഓപ്പൺ ചെയ്യും. സ്കൾ ഓപ്പൺ ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്നിട്ട് അത് തുന്നിക്കെട്ടി കൊടുക്കും. മിക്കവാറും പോസ്റ്റ്മോർട്ടം ചെയ്തവരുടെ തലയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. തലയെല്ലാം കവർ ചെയ്താണ് അവിടെ നിന്ന് വരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ. ഇവിടെ അത് കണ്ടില്ലല്ലോ. തല അതേപടി നെക്കിന് മുകളിൽ അതേപടി ഇരിക്കുന്നു. അപ്പോൾ ഇതൊരു സൂയിസൈഡ് ആണെന്ന് ഉറപ്പിച്ച് അങ്ങ് തീർക്കുകയാണ്.
അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റൂല. ഓക്കെ അത് ഈ ഫോറൻസിക് ആരും ഡോക്ടറെ അടുത്തും ഞാൻ ചലഞ്ച് ചെയ്യും.